നമ്മളെല്ലാം കാണുന്നതാണ് ഈ മാറി മാറി വരുന്ന കേരളത്തിലെ UDF, LDF എന്ന പാർട്ടികൾ വന്നിട്ട് നമുക്ക് യാതൊരു നേട്ടവും പറയാൻ ഒരു നേട്ടവും കിട്ടിയിട്ടില്ല ഇതുവരെ. നമ്മൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത് മാത്രമാണ്. നമ്മുടെ കേന്ദ്ര സർക്കാർ നമുക്ക് തന്നിട്ടുള്ള ഓരോ ബെനിഫിറ്റും ഇവിടെ സംസ്ഥാന സർക്കാർ അത് പ്രയോജനപ്പെടുക്കാതിരിക്കുക മാത്രമല്ല, ഏതെങ്കിലും പ്രയോജനപ്പെട്ടാൽ അവർ സംസ്ഥാന സർക്കാർ ചെയ്തതാണ് എന്ന് എല്ലാവരെയും മനസ്സിലാക്കി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നിലവാരം മാറ്റാൻ വേണ്ടി നമുക്ക് നല്ലൊരു കേന്ദ്ര സർക്കാർ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എന്തറിയോ, ഹോസ്പിറ്റൽ സൗകര്യം വളരെ പരിമിതമാണ്. ശരിക്കും ഈ കഴിഞ്ഞ ഗവൺമെൻറ്റുകൾ ഭരിച്ചിട്ടും ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ വളരെ മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു മെഡിക്കൽ കോളേജ് പോലും പാലക്കാട് ഇല്ലാത്ത സ്ഥിതിയാണ് ഇവിടെ. ഈ പാവപ്പെട്ട ജനങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ചികിത്സയ്ക്ക് വേണ്ട സാഹചര്യമാണ് ഇവിടെ വന്നു കിടന്നു കൊടുക്കുന്നത്. നാട്ടിലെ യുവാക്കൾ അനുഭവിക്കുന്ന തൊഴിലില്ലായ്മയെക്കുറിച്ചാണ്. ഇപ്പോൾ നമുക്ക് ഏവർക്കും അറിയാം, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മുടെ CPO റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട കുറേ വിദ്യാർത്ഥികൾ തെരുവിൽ മുട്ടിൽ കഴിഞ്ഞും റോഡിൽ നിരങ്ങിയും ഉള്ള കാഴ്ചകൾ. ഇപ്പോൾ പിണറായി വിജയൻ ആദ്യം അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാക്കും എന്നൊരു സംഭവം. അപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, PSC പഠിക്കുന്നു, റാങ്ക് ലിസ്റ്റിൽ വരുന്നു, നമുക്ക് ജോലി കിട്ടുന്നു. പക്ഷേ ഇന്ന് അത് മാറിയിട്ട് PSC പഠിക്കുന്നു, റാങ്ക് ലിസ്റ്റിൽ വരുന്നു, റോഡിൽ നിരങ്ങാനും യാചിക്കാനും പോകേണ്ട ഒരു ട്രെയിനിങ് കൂടെ നമുക്ക് ആവശ്യമായിട്ട് വരികയാണ് ഒരു ജോലി കിട്ടാൻ വേണ്ടി. ഈ റാങ്ക് ലിസ്റ്റ് വന്നുകൊണ്ട് മാത്രം പോരാ, അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഒഴിവുകൾ നമുക്കറിയാം പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇന്നുണ്ട്. പക്ഷേ അത് യഥാക്രമം റിപ്പോർട്ട് ചെയ്യുക എന്നൊരു സംവിധാനം കേരളത്തെ സംബന്ധിച്ചിടത്ത് നിലവിലില്ല. ഈ പറയുന്ന പാർട്ടി അല്ലെങ്കിൽ SFI, DYFI പോലുള്ള മെമ്പർഷിപ്പുള്ള ആളുകൾക്ക് പിൻവാതിൽ വഴി നിയമനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ജോലിയില്ലാത്ത കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ 1ാം റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് പോലും ഇവിടെ ജോലിയില്ല. അപ്പോൾ ഇത്തരം സ്ഥിതികൾ മാറണം. അതുപോലെ തന്നെ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറാണെങ്കിൽ നമുക്കറിയാം, കേരളത്തിൽ ഈ പറയുന്ന പോലെ പഠിച്ചിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് തൊഴിൽ ചെയ്യേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ കോളേജുകൾ നമുക്കറിയാം, വളരെ വിരലെണ്ണാവുന്ന നല്ല കോളേജുകളാണ് കേരളത്തിലുള്ളത്. പക്ഷേ അവിടെ പഠിക്കാൻ പോയാൽ പോലും അവിടെ അടിച്ചു കൊല്ലുന്ന സ്ഥിതിയാണ്. വിദ്യാർത്ഥികൾക്ക് സമാധാനത്തോടെ പഠിക്കാൻ പറ്റാത്ത അന്തരീക്ഷം. Indian Institute of Commerce Lakshya presents Janashabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.